ഗ്ലോറി ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്കൊന്നിച്ച് ദൈവവചനം കേൾക്കാൻ, ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനേക പ്രിയപ്പെട്ടവർക്ക് അത്ഭുതകരമായ സൗഖ്യവും സമാധാനവും വിടുതലുകളും അയച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ നിശ്ചയമായിട്ടും പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടുന്ന ചില മുന്നറിയിപ്പുകളായിരിക്കാം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് തരുന്നത്. ടൈറ്റാനിക് എന്നറിയപ്പെടുന്ന ലോകപ്രസിദ്ധമായ കപ്പൽ, അത് നടുക്കടലിൽ തകർന്നതിൻ്റെ പിന്നിലെ ഒരു കാരണം, ഈ കപ്പൽ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ആ കപ്പലിൻ്റെ ക്യാപ്റ്റന് ഒരു മെസ്സേജ് ലഭിച്ചിരുന്നു. നിങ്ങൾ പോകുന്ന യാത്രയിൽ മഞ്ഞുമലകളുണ്ട്, അതുവഴി നിങ്ങൾ പോകരുത് എന്നൊരു ചെറിയ ഷോർട്ട് മെസ്സേജ് അദ്ദേഹത്തിന് ലഭിച്ചു. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ അന്നത്തെ കാലത്തെ കപ്പലായിരുന്ന ടൈറ്റാനിക്കിൻ്റെ ക്യാപ്റ്റൻ ആ മെസ്സേജിനെ അവഗണിച്ചു. അദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ ഒരു ശക്തികൾക്കും ഈ കപ്പലിനെ തകർക്കുവാൻ കഴിയാത്ത നിലയിലാണ് ഈ കപ്പൽ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ആർക്കും, ദൈവത്തിന് പോലും ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന അഹങ്കാരത്തിൻ്റെ വാക്കുകൾ ഉന്നയിച്ച് ആ ഷിപ്പ് പുറപ്പെട്ടു. എന്നാൽ നമുക്കറിയാം, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, വലിയ മഞ്ഞുമലകളിൽ ഇടിച്ച് ആയിരങ്ങൾ ആ കടലിൽ മരിക്കാനിടയായി. ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, ആ കപ്പൽ തകരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അത് മഞ്ഞുമലകളിൽ ഇടിക്കുന്നതിന് മുൻപ് അവർക്കൊരു മെസ്സേജ് ലഭിച്ചിരുന്നു, നിങ്ങൾ അതുവഴി പോകരുത്. എന്നാൽ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് സ്വന്തം ബുദ്ധിയിലൂന്നി അവർ പോയതാണ് അതിൻ്റെ പരാജയത്തിൻ്റെ കാരണം. പലപ്പോഴും ഇതുപോലെ ദൈവവും നമുക്ക് ചില സന്ദേശങ്ങൾ നൽകും, തൻ്റെ ദാസന്മാരിലൂടെ, തൻ്റെ പ്രവാചകന്മാരിലൂടെ, തൻ്റെ വചനത്തിലൂടെ. ആ ദൈവം തരുന്ന സന്ദേശങ്ങളെ സ്വീകരിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടുകയും പലപ്പോഴും അതിനെ കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെ പോകുമ്പോൾ, അതിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ, അവഗണിക്കുമ്പോൾ നമ്മുടെ ജീവിതം പരാജയങ്ങളിൽ ചെന്ന് പാടെ നിലംപതിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ധാരാളം ആൾക്കാരുടെ ഇടയിലുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങൾ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാനും, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടാനും, പരിശുദ്ധാത്മാവിലൂടെ ഒരത്ഭുതം ഇന്ന് സംഭവിപ്പാനും ഇടയായിത്തീരും. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കാം. ചാനലുകളിൽ നിന്ന് ചാനലുകളിലേക്ക് പോകാതെ നിങ്ങൾ സ്റ്റിൽ ഈ ഒരു മെസ്സേജ് കേൾക്കാൻ വേണ്ടി നിങ്ങളുടെ മനസ്സൊന്ന് പ്രിപ്പയർ ചെയ്താൽ ഒരു പക്ഷേ ഇന്ന് രാത്രി നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ രാത്രിയായിരിക്കും, നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസമായിരിക്കും. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ദൈവവചനം കേൾക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. നമ്മുടെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. യോഹന്നാൻ സുവിശേഷം 11-ന്റെ 1 മുതൽ. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാന്യയിൽ ലാസർ എന്നൊരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: മറിയയുടെയും അവളുടെ സഹോദരിയായ മാർത്തയുടെയും ഗ്രാമമായ ബെഥാന്യ. അപ്പോൾ ഒരു ബെഥാന്യ എന്ന് പറയുന്ന ഒരു വലിയ സ്ഥലം, ആ വലിയ സ്ഥലത്തെ അറിയപ്പെടുന്നത് ഒരു കുടുംബത്തിൻ്റെ പേരിലാണ്. മറിയയുടെയും മാർത്തയുടെയും ഗ്രാമമായ ബെഥാന്യ. അപ്പം സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്കും സ്ഥിരമായിരിക്കുന്ന, മാറ്റമില്ലാത്ത ദൈവവചനത്തിൽ, ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഈ ഗ്രാമം ഇവരുടെ ഗ്രാമമാണ്. അങ്ങനെയെങ്കിൽ ആ വ്യക്തികൾക്ക്, ആ കുടുംബത്തിന് എന്തോ പ്രത്യേകതകളുണ്ട്. ഒരാളുടെ പേരിൽ ഒരു സ്ഥലം അറിയപ്പെടണമെങ്കിൽ
മറ്റുള്ളവരിൽ നിന്നും ആ വ്യക്തി വ്യത്യസ്തനായിരിക്കും. ഒരാളുടെ പേരിൽ ഒരു വീട് അറിയപ്പെടണമെങ്കിൽ ആ കുടുംബത്തിലുള്ള മറ്റുള്ള എല്ലാവരേക്കാളും അധികം ആ വ്യക്തിക്ക് ഒരു വ്യത്യസ്തത ഉണ്ടാകും. അപ്പം മറിയയുടെയും മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയ എന്താണ് മറ്റുള്ളവരിൽ നിന്നും ഇവരെ വ്യത്യസ്തമാക്കിയത്? എന്താണ് മറ്റുള്ള വീടുകളിൽ നിന്നും ഈ വീടിനെ വ്യത്യസ്തമാക്കിയത്? ഇത് ഒത്തിരി ചിന്തിക്കാനൊന്നുമില്ല. ഇത് പറയുന്നത് പോലെ ഒത്തിരി ആഴമായി ചിന്തിക്കേണ്ട വിഷയമൊന്നുമില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന് ആ വീടുമായി ഒരു ബന്ധമുണ്ടായിരുന്നു. അതിനേക്കാൾ നല്ലൊരു ഒരു സെൻറ്റൻസ്, ആ വീട്ടുകാർക്ക് യേശുവുമായി നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇതാണ് മറ്റുള്ളവരിൽ നിന്നും നമ്മെ വ്യത്യസ്തമാക്കുന്നത്. നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് നമ്മെ വ്യത്യസ്തമാക്കുന്നത് നമുക്ക് ദൈവത്തോടുള്ള ബന്ധമാണ്. നമ്മുടെ മറ്റുള്ള ബന്ധുമിത്രാദികളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ വീട്ടിൽ യേശു ഉള്ളതാണ്. ഇപ്പം പൈസ അല്ലെങ്കിൽ പണം കയ്യിലുണ്ടെങ്കിൽ, ഡോളർ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകും എന്നുള്ള ചിന്ത അത്ര നല്ലതല്ല. കാരണം പണം എല്ലാവർക്കും ഉണ്ട്. അല്ലെങ്കിൽ ഇന്ന് പണമില്ലാത്തവർക്ക് നാളെ പണം ഉണ്ടാകാം. ഇന്ന് പൈസ കുറഞ്ഞവർക്ക് നാളെ പൈസ കൂടുതൽ വരാം. ഇന്ന് പൈസ കൂടുതലുള്ളവർക്ക് നാളെ പൈസ കുറഞ്ഞും വരാം. അപ്പോൾ പണത്തിൻ്റെ കെയർ ഓഫിലല്ല നാം വ്യത്യസ്തരാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ വലിയൊരു നേതാവാണ്, അതിൻ്റെ ബേസിലും അല്ല. നമ്മെ വ്യത്യസ്തനാക്കുന്നത് നമ്മുടെ സ്വഭാവമാണ്. നമ്മളെ വ്യത്യസ്തനാക്കുന്നത് നമ്മുടെ വിശ്വാസമാണ്. നമ്മളെ വ്യത്യസ്തനാക്കുന്നത് നമ്മളുടെ ജീവിതാനുഭവങ്ങളാണ്. എന്താണ് ഈ വീട്ടുകാരുടെ പ്രത്യേകത? ഈ വീടുമായി യേശുവിന് നല്ലൊരു ബന്ധമുണ്ട്. അല്ലെങ്കിൽ ബഥാനി എന്ന് പറയുന്ന സ്ഥലത്ത് യേശു ക്രിസ്തു വന്നാൽ ലാസറിൻ്റെ വീട്ടിലാണ് യേശു താമസിക്കുന്നത്. അതിനേക്കാൾ നന്നായൊരു പദം ഞാൻ പറയാം, ഈ വീട്ടുകാരാണ് യേശുവിനെ അവിടെ താമസിക്കാൻ അനുവദിക്കുന്നത്. യേശു ക്രിസ്തുവിനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് അവൻ പ്രവർത്തിക്കുന്നത്. 2, വിളിക്കുന്നവരുടെ അരികിലാണ് അവൻ ചെല്ലുന്നത്. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും. അപ്പോൾ യേശു കർത്താവ് എങ്ങും തള്ളിക്കയറി വരില്ല, ഇടിച്ചു കയറി വരില്ല. അവൻ വിളിക്കുന്നവർക്ക് സമീപസ്ഥനാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കും യഹോവ സമീപസ്ഥൻ. യേശു കർത്താവ് തൻ്റെ വചനത്തിലൂടെ, തൻ്റെ ദാസന്മാരിലൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുമ്പോൾ നമ്മൾ ആ ഹൃദയവാതിൽ തുറന്നു കൊടുത്താൽ യേശു നമ്മുടെ അകത്ത് വരും. അല്ലാതെ കർത്താവ് ഫോഴ്സ്ഫുള്ളി വരത്തില്ല, തള്ളിക്കയറി വരത്തില്ല. ചിലർ ഇങ്ങനെ പറയാറുണ്ട്, ദൈവത്തിന് വേണമെങ്കിൽ എന്നെ രക്ഷിക്കട്ടെ, ദൈവത്തിന് വേണമെങ്കിൽ എന്നെ വിടുവിക്കട്ടെ, ദൈവത്തിന് വേണമെങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. നിശ്ചയമായിട്ടും അതൊരു നിങ്ങളുടെ വേദനയിൽ നിന്ന്, നിങ്ങളുടെ മുറിവിൽ നിന്ന് പറയുന്നതാണ്. നിങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ദൈവം ഒരിക്കലും അങ്ങനെ പ്രവർത്തിക്കുന്നവനല്ല. ആർക്കു വേണ്ടിയാണ് ദൈവം അത്ഭുതം ചെയ്യുന്നത്? ആർക്കു വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്? അതാദ്യം നിങ്ങൾ തിരിച്ചറിയണം. ഹൃദയനുറുക്കത്തോടെ തന്നെ അന്വേഷിക്കുന്നവർക്കാണ് അവൻ സമീപസ്ഥനായിരിക്കുന്നത്. 2, വിമർശിക്കുന്നവർക്ക് വേണ്ടിയല്ല അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. പലപ്പോഴും യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ധാരാളം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്, ഇന്ന് സംഭവിക്കുന്നു. പക്ഷേ ചിലയിടങ്ങളിൽ യേശു ചെന്നിട്ടൊന്നും ചെയ്തില്ലല്ലോ, ഒരത്ഭുതം പോലും അവിടെ സംഭവിച്ചില്ലല്ലോ. എന്താ കാരണം? ബൈബിളിൽ അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. അവരുടെ അവിശ്വാസം ഹേതുവായി അവനവിടെ വീര്യപ്രവൃത്തികൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ വിളിക്കുന്നവൻ്റെ അരികിൽ യേശു വരുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു. വാശി പിടിച്ച് വിമർശിച്ച് നമ്മൾ കുറ്റമൊക്കെ പറഞ്ഞ് മാറിയിരുന്നത് കൊണ്ട് ദൈവത്തിനൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ പരാജയം നിങ്ങൾക്ക് സംഭവിക്കുന്നു, നിങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു, നിങ്ങൾ വീണ്ടും തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുന്നു. പക്ഷേ ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹിക്കുന്ന കർത്താവ്, നിങ്ങളെത്ര പിന്മാറിപ്പോയാലും, നിങ്ങളെത്ര പുറകോട്ട് പോയാലും, തള്ളിപ്പറഞ്ഞ പത്രോസിനെയും കടൽപ്പുറത്ത് കനലിൽ ചുട്ട അപ്പവും മീനുമായി കാത്തിരുന്ന യേശു ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളെ സ്വീകരിക്കാൻ വിശ്വസ്തനാണ്. വ്യഭിചാരക്കുറ്റത്തിൽ മനുഷ്യനും മതവും കൂടെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ചവളെയും വിടുവിച്ച് അവളോട് കരുണ കാണിച്ച യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയാകനാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്,
പിണങ്ങി മാറിയിരുന്നാൽ നടക്കില്ല. പിണങ്ങി അകന്നിരുന്നാൽ യേശുവിനൊന്നും ചെയ്യാൻ ഒക്കില്ല. വിശ്വസിച്ചരികിൽ വരാമോ? ചൂരച്ചെടിയുടെ ചുവട്ടിൽ ഏലിയാവ് ഒളിച്ചിരുന്നപ്പോൾ എന്താ ദൈവം ചെയ്തേ? ഏലിയാവ്, നീ ഇവിടെ ഇരുന്നാൽ എനിക്ക് പ്രവർത്തിക്കാൻ ഒക്കില്ല. നീ ഒളിച്ച് പേടിച്ച് മാറിയിരുന്നാൽ എനിക്ക് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു ദൂതനെ അയച്ച് അവനെ തട്ടി ഉണർത്തിയത്. നമ്മളൊന്ന് ഉണരുക. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ ഒതുങ്ങിപ്പോകാതെ, വിഷയങ്ങളുടെ ആ വലിയ പ്രതിസന്ധികളിൽ ആ കയത്തിനകത്ത് മുങ്ങിപ്പോകാതെ, ഈ വിഷയത്തിനകത്തു നിന്ന് പുറത്തു വരിക. ഇന്ന് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ നിമിത്തം മനസ്സ് തളർന്നു പോയാൽ, ഇല്ല വയ്യ, എനിക്ക് വയ്യ, എനിക്കിനി മുമ്പോട്ട് പോകാനൊക്കില്ല, ഇന്നത്തെ എൻ്റെ പ്രവർത്തന മേഖലകളൊക്കെ ഞാൻ അവസാനിപ്പിച്ച് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടാൻ ഞാൻ തീരുമാനിക്കുക, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നിങ്ങളുടെ അകത്ത മനുഷ്യനെ ഡിസ്കറേജ് ചെയ്ത് ഞാൻ തന്നെ ഒതുങ്ങാൻ പോവുകയാണെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണോ? അല്ലെങ്കിൽ ആത്മഹത്യക്ക് വേണ്ടി മനസ്സൊരുക്കുന്ന വ്യക്തിയാണോ? നോ, നെവർ. നിങ്ങളങ്ങനെ ചെയ്യേണ്ട ആളല്ല ബ്രദർ, സിസ്റ്ററെ. നിങ്ങളങ്ങനെ ഒതുങ്ങിപ്പോകേണ്ട ഒരു വ്യക്തിയല്ല. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ ചെയ്യാനുണ്ടെന്നറിയാമോ? നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് നിങ്ങൾ വന്നാൽ ഉറപ്പാണ് നിങ്ങളെ ഒരു അത്ഭുത വിഷയമാക്കി ദൈവം തീർക്കും. നിങ്ങൾ ചോദിക്കുന്നു, എന്താണ് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത്? എന്താണ് എൻ്റെ വിഷയത്തിന് ദൈവം മറുപടി അയക്കാത്തത്? സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ചോദ്യത്തിന് ഏറ്റവും നല്ല ഉത്തരം തരാൻ കഴിയുന്ന ഒരു അധ്യായമാണ് നമ്മൾ വായിച്ചത്. ഈ ലാസർ എന്ന് പറയുന്ന യേശുക്രിസ്തുവിൻ്റെ സ്നേഹിതൻ ദീനമായി കിടന്നപ്പോൾ ആളെ അയപ്പിച്ച് യേശുവിനോട് പറയുന്നു, ഗുരു, നിൻ്റെ സ്നേഹിതൻ ദീനമായി കിടക്കുന്നു. ശരിക്കും അവിടെ നിങ്ങൾ ബൈബിൾ നോക്കണം, 11-ാം അധ്യായം എടുത്ത് വായിക്കണം. ലാസർ ദീനമായി കിടക്കുന്നു എന്നല്ല ഇവർ വന്ന് പറഞ്ഞത്. ഗുരു, നിൻ്റെ ഫ്രണ്ട്, നിൻ്റെ സ്നേഹിതൻ ദീനമായി കിടക്കുന്നു. അപ്പോഴേ യേശുവിന് ആളെ മനസ്സിലായി. കാരണം അത്ര വലിയ ബന്ധമാണ് ആ കുടുംബവുമായി, ലാസറുമായിട്ട് യേശുവിനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നിങ്ങളുടെ ഹൃദയം പിടയുമ്പോൾ, നിങ്ങളുടെ ഹൃദയം വേദനിക്കുമ്പോൾ, ആ ഹൃദയം നുറുങ്ങുമ്പോൾ, ആ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ ആരും തിരിച്ചറിയാൻ കഴിയാതെ അകന്നു മാറി നിന്ന് വിമർശിക്കുമ്പോൾ, നിങ്ങളുടെ കണ്ണിൽ നിന്നൊഴുകുന്ന ചൂടുള്ള കണ്ണുനീർ കണ്ടിട്ട് അകന്നു മാറി നിൽക്കുന്നവനല്ല യേശു. അതിൻ്റെ നടുവിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. ഓർക്കുക, ഈ വിവരം യേശുവിനോട് പറഞ്ഞ സമയത്ത്, ഇന്ന് ഈ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾ ചിലർ ചോദിക്കുന്നു, എന്താ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത്? അവരോടുള്ള മറുപടിയായത്. യേശു ആ സമയത്ത് അതിനൊന്നും ഉത്തരം പറഞ്ഞില്ല. വാസ്തവം പറഞ്ഞാൽ കർത്താവ് ആ സബ്ജക്റ്റ് തൻ്റെ മുമ്പിൽ വന്നപ്പോൾ റെസ്പോണ്ട് ചെയ്തതേയില്ല. അവൻ അടുത്ത സ്ഥലത്തേക്ക് പോയി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, 2-3 ദിവസം കഴിഞ്ഞപ്പോൾ, ശിഷ്യന്മാരൊരു റിപ്പോർട്ട് യേശുവിൻ്റെ അരികിൽ കൊണ്ടുവരുന്നു. ഗുരു, അറിഞ്ഞായിരുന്നോ? യേശുവെ, അന്ന് അറിഞ്ഞായിരുന്നോ? നിൻ്റെ സ്നേഹിതനായ ലാസർ മരിച്ചുപോയി. കഴിഞ്ഞ ദിവസം അവനെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ആൾ വന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അവിടുന്ന് ഒന്നും ചെയ്തില്ല. പക്ഷേ ഇപ്പം ഞങ്ങൾ കേൾക്കുന്നു അവൻ മരണപ്പെട്ടു, എല്ലാം അവസാനിച്ചു. ആ അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്. ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടാനാണ്. എൻ്റെ സഹോദരങ്ങളെ, എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന വിഷയത്തിനകത്തു പോലും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ഇടത്ത് പോലും യേശുവിന് ചിലത് ചെയ്യാൻ കഴിയും. ഇത് മരണത്തിനായിട്ടല്ല, ഇത് തകർച്ചയ്ക്കായിട്ടല്ല, ദൈവപുത്രൻ്റെ നാമം മഹത്വപ്പെടാനാണ്. വാസ്തവത്തിൽ ലാസറിനൊരു ചെറിയ പനിയായിരുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വൈറൽ ഫീവറായിരുന്നു. തനിക്ക് മാരകമായൊരു പനി ബാധിച്ചു, അല്ലെങ്കിൽ ഒരു രോഗം ബാധിച്ചു. യേശുക്രിസ്തു അത് കേട്ടുടനെ പോയി ലാസറിനെ സൗഖ്യമാക്കിയിരുന്നെങ്കിൽ ആൾക്കാർ പറയും, പുള്ളിക്കൊരു പനിയായിരുന്നു, യേശു വന്നായിരുന്നു, പ്രാർത്ഥിച്ചു, പനി അങ്ങ് മാറി, ഇത്രേ പറയും. പക്ഷേ യേശുക്രിസ്തു അവിടെ പോകാതിരുന്ന കാരണത്താൽ ഇപ്പോൾ ലാസർ മരിച്ചു. എല്ലാ പ്രതീക്ഷയും കൈവിട്ടു, അവനെ കല്ലറയിൽ അടക്കി. ഇനി നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ലാസറിൻ്റെ ഭവനത്തിലേക്ക് യേശുക്രിസ്തു ഇങ്ങനെ നടന്നു വരുമ്പോൾ യേശുവിനെ സ്വീകരിക്കാൻ മാർത്ത ഓടിച്ചെന്നു. മറിയ വീട്ടിലിരുന്നു, പോയില്ല. മാർത്ത ചെന്നിട്ട് യേശുവിനോട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഗുരുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇപ്പോഴും നീ നിൻ്റെ ദൈവത്തോട്, പിതാവിനോട് എന്തപേക്ഷിച്ചാലും അവൻ നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു.
അവൾ പറഞ്ഞ 2 സെൻറ്റൻസ്, യേശുവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അപ്പോൾ പാസ്റ്റാണ്, പഴയ കാര്യമാണ് അവൾ പറയുന്നത്. അതിൻ്റെ അർത്ഥം മുൻപ് നിനക്ക് പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു, മുൻപ് നീ പ്രവർത്തിച്ചിട്ടുണ്ട്, മുൻപ് നീ പ്രവർത്തിക്കുന്നവനാണ്. അതാണ് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം. നീ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരൻ മരിക്കില്ലായിരുന്നു. രണ്ടവൾ പറയുന്നു, ഇപ്പോഴും നിനക്ക് പ്രവർത്തിക്കാൻ കഴിയും, നീ പിതാവിനോട് എന്തപേക്ഷിച്ചാലും ലഭിക്കും. നോക്കുക, മുൻപ് നീ പ്രവർത്തിക്കുന്നവനായിരുന്നു, പ്രവർത്തിക്കുന്നുണ്ട്, മുമ്പ് പ്രവർത്തിക്കുന്നു. 2, നീ നാളെ പ്രവർത്തിക്കുന്നു, നീ അടുത്ത ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ മാർത്തയെ പോലെ നമ്മൾ ഓരോരുത്തരും മുമ്പ് പ്രവർത്തിച്ച യേശുവിനെ നമുക്കറിയാം, നമ്മളും വിശ്വസിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഇതൊക്കെ മാറും, നാളെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, അല്ലെങ്കിൽ വരുന്ന നാളുകളിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. മറിയം പറഞ്ഞ ഇതാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു, മുൻപ് നീ പ്രവർത്തിക്കുന്നവനാണ്, മുൻപ് നിനക്ക് പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു. പിന്നെ അവൾ പറയുന്നു, നിനക്ക് പ്രവർത്തിക്കാൻ കഴിയും, നിനക്ക് നാളെയും പ്രവർത്തിക്കാൻ കഴിയും, ഞാനത് വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, മുൻപ് പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവത്തെ നമുക്കറിയാം, നാളെ ദൈവം പ്രവർത്തിക്കും നമ്മൾ വിശ്വസിക്കുന്നുമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിലൊരു കാര്യമുണ്ട്, ഇന്ന് പ്രവർത്തിക്കുന്ന ദൈവം, ഇപ്പോൾ അത്ഭുതത്തെ ചെയ്യുന്ന ദൈവം, ഇപ്പോൾ വിടുതലയക്കുന്ന ദൈവം. അവിടെയാണ് നമ്മുടെ വിശ്വാസം കയറി വരേണ്ടത്. നാളെ ഒരു അത്ഭുതം നടക്കും എന്ന് വിശ്വസിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇപ്പോൾ ഈ സെക്കൻഡിൽ എൻ്റെ ദൈവത്തിന് ഇതിനകത്തൊരു അത്ഭുതം ചെയ്യാൻ കഴിയും എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ആ വിശ്വാസമുള്ള വ്യക്തിയാണ് ദൈവത്തിൻ്റെ മഹത്വം കാണുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതൊക്കെ കുടുംബങ്ങളോട് പരിശുദ്ധാത്മാ പറയുന്നു, നിങ്ങൾക്ക് മുൻപ് പ്രവർത്തിച്ച യേശുവിനെ നന്നായിട്ട് അറിയാം, നാളെ ദൈവം ഈ വിഷയത്തിൽ പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യം മാറുമോ എന്നറിയില്ല. അതിനകത്തൊരു കൺഫ്യൂഷനുണ്ട്, അതിനകത്തൊരു നിരാശയുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ അനുഭവിക്കുന്ന, ഇപ്പോൾ കടന്നു പോകുന്ന ഈ സാഹചര്യത്തെ മാറ്റാൻ ദൈവം മതിയാവന. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഈ അസമാധാനത്തിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം തരാൻ യേശുവിന് കഴിയും. നോക്കുക, അവിടെ തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്, അവനെ അടക്കിയത് എവിടെ എന്ന് യേശു ചോദിച്ചു. ലാസറിൻ്റെ കല്ലറവാതിക്കൽ യേശു കർത്താവ് ചെന്ന് നിന്നു. എന്നിട്ട് ലാസറേ പുറത്തു വരിക എന്ന് അവൻ വിളിച്ചു. വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, മരിച്ചവൻ പുറത്തു വന്നു, ജീവനോടെ പുറത്തു വന്നു. ആ കല്ലുരുട്ടി മാറ്റുവാൻ യേശു ക്രിസ്തു ആവശ്യപ്പെട്ടു. എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു എന്ന് മനുഷ്യൻ ചിന്തിച്ച വിഷയത്തിൽ ഇനി വൈദ്യശാസ്ത്രത്തിനോ മനുഷ്യർക്കോ മതങ്ങൾക്കോ നിയമകർത്താക്കന്മാർക്കോ ഇതിനകത്തൊരു വ്യത്യാസം വരുത്താൻ കഴിയുകയില്ല എന്ന് നനച്ച വിഷയത്തിൽ യേശു ക്രിസ്തു അത്ഭുതത്തെ ചെയ്തു. ഇനി നിങ്ങളോട് എൻ്റെ ചോദ്യം ഇതാണ്, യേശു ക്രിസ്തുവിനെ 5 ദിവസം മുൻപ് വന്ന് വിളിച്ചപ്പോൾ യേശു വന്ന് ലാസറിനെ സൗഖ്യമാക്കിയിരുന്നെങ്കിൽ കേവലം ഒരു പനി മാറി എന്ന് നാട്ടുകാർ പറഞ്ഞേനെ. എന്നാൽ ഇപ്പോൾ സംഭവം അങ്ങനല്ല. മനുഷ്യർക്ക് ആർക്കും വിമർശിക്കാൻ കഴിയാത്ത നിലകളിൽ, എത്ര വർണ്ണിച്ചാലും തീരാത്ത നിലകളിൽ ആ വീടിനെ ദൈവ മഹത്വം കൊണ്ട് യേശു നിറച്ചു. അങ്ങനെയെങ്കിൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് ഇപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. മറ്റുള്ളവരിൽ നിന്നും നിങ്ങളെ ഒരു വ്യത്യസ്തനാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. മറ്റാർക്കും ഒരുക്കിയിട്ടില്ലാത്തത് എന്തോ ദൈവം നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത ചില വിടുതലുകൾ നിങ്ങൾക്ക് തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. മറ്റാരെയും ഉപയോഗിച്ചിട്ടില്ലാത്ത നിലകളിൽ നിങ്ങളെ ഉപയോഗിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യേശു ക്രിസ്തുവുമായിട്ടുള്ള ആഴമേറിയൊരു ബന്ധം നിങ്ങൾക്കുണ്ടായാൽ മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബഥാന്യ എന്നറിയപ്പെട്ടതുപോലെ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ കുടുംബം അറിയപ്പെടും, നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ദേശം അറിയപ്പെടും, നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ സമുദായങ്ങൾ അറിയപ്പെടും. ആയതിനാൽ നിശ്ചയമായും ഒരത്ഭുത വിഷയമാക്കി നിങ്ങളെ തീർക്കാൻ യേശുവിന് കഴിയും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു വലിയ ദൈവപ്രവൃത്തി, ഒരു വലിയ അത്ഭുതം ഈ സമയം പരിശുദ്ധാത്മാവ് നിങ്ങൾക്കായി ചെയ്യും. നിശ്ചയമായിട്ടും മുൻപ് അത്ഭുതം ചെയ്ത യേശുവിനെ നമുക്കറിയാം. നാളെ കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന്
നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാം അപ്പുറമായി ഇപ്പോൾ റൈറ്റ് നാവ് ഈ സെക്കൻഡിൽ എൻ്റെ വിഷയത്തിന്, എൻ്റെ രോഗത്തിന്, എൻ്റെ അവസ്ഥയ്ക്ക് ദൈവം ഒരു മാറ്റം തരുമെന്നുള്ള ഒരു വലിയ വിശ്വാസം നിങ്ങളുടെ അകത്തൊന്ന് പൊങ്ങി വന്നാൽ നിശ്ചയമായിട്ടും ദൈവ മഹത്വം നിങ്ങളുടെ മേൽ നിറയും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ്, ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ അദൃശ്യമായ അത്ഭുതത്തിൻ്റെ കരം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഇവർക്ക് വേണ്ടി ചലിക്കട്ടെ. പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ കുടുംബത്തിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ കർത്താവേ. എന്തുകൊണ്ടാണ് ദൈവമേ നീ പ്രവർത്തിക്കാത്തത്? എന്താണ് എൻ്റെ വിഷയത്തിൽ ഒരു അത്ഭുതം നടക്കാത്തത്? എന്താണ് എനിക്കൊരു സൗഖ്യമുണ്ടാകാത്തത് എന്ന് ചോദിക്കുന്നവരോട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നല്ലോ. ദൈവത്തിൻ്റെ നാമം ശക്തിയോടെ ഇവരിൽ മഹത്വപ്പെടുവാൻ, മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത ചില വിടുതലുകൾ ഇവരിൽ സംഭവിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉള്ളതിനാൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരു മിറക്കിൾ ഇവരിൽ സംഭവിക്കട്ടെ കർത്താവേ. പിശാച് തിന്മയ്ക്കായി ചെയ്തത് പോലും യേശുവിൻ്റെ നാമത്തിൽ ഇവർക്ക് നന്മയ്ക്കായി മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഇവരിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിൻ്റെ മക്കളോട് കൂടിയിരിക്കട്ടെ. പ്രാർത്ഥിച്ച് ഞാനിവരെ അനുഗ്രഹിക്കുന്നു. സ്വർഗ്ഗം ഇവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ഒരു അത്ഭുതം യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, ഇനിയും മാനിക്കും, ഇനിയും ഉയർത്തും. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.